ഇന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു മീൻ കടയിലേക്കാണ് പോയത്. മീൻ കടയിൽ പോയിട്ട് അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പം അവിടെ ഈ കാണുന്ന മീനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ മത്തി മേടിച്ചത് വറുത്തടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. മത്തിയും പരിഞ്ഞിലും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിഞ്ഞിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ പരിഞ്ഞിൽ? പറയണേ, താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കണ്ട മീനുകൾ. ഏതൊക്കെ മീനാണ് എന്തൊക്കെ മീനാണെന്നൊന്നും കറക്റ്റ് പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ഞാനെങ്ങാനും തെറ്റി പറഞ്ഞിട്ട് വേണം എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്ത പറയാൻ. നടക്കില്ല. എന്തായാലും ഇത്രയും മീനുകളുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് പാല് മേടിക്കാനാണ്. ഞങ്ങളങ്ങനെ മിൽമ പാല് മേടിക്കില്ല. അമ്മയ്ക്ക് എന്തോ അത് പറ്റില്ല, ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ ചെറൂബ് ഡയറീസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ പാല് കിട്ടും. അങ്ങനെ അവിടെ വന്നു. അവിടെ നിന്ന് ഇതാണ് കട. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഇതെടുക്കുന്നത്. അവിടെ നിന്ന് സാധനം മേടിച്ചു. ഇതടുത്തുണ്ട് അവരുടെ തൈരാണ്. ആ ചെറൂബ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ തൈരാണിത്. നല്ല തൈരാണ്, നല്ല കട്ടി പുളിയില്ലാത്ത തൈരാണ്. നെയ്യും കിട്ടും. ഇതാ പാല്. ഈ പാലിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നെയ്യ് എടുക്കാനൊക്കെ പറ്റും. ഇതിനൊക്കെ അമ്മ വെണ്ണ ഉണ്ടാക്കാറൊക്കെയുണ്ട്. പിന്നെ കുപ്പി 2 കുപ്പി മേടിച്ചു. സാധാരണ 6, 7, 8 പാക്കറ്റ് പാലും ആണ് മേടിക്കാറ്. ഇപ്പം പാൽ പാക്കറ്റ് കുറയാൻ കാരണം അവിടെ 3 പാക്കറ്റ് നമ്മൾ മേടിക്കുന്ന ഇതുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ്. അങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാര്യം നടന്നു. അമ്മയുണ്ടായിരുന്നു കൂടെ. ഞാൻ അമ്മയും കൂടെ പോയത്. അപ്പോൾ ഇത് സുപ്രീം എന്ന് പറഞ്ഞാൽ ഇവിടെ സുപ്രീം ബേക്കേഴ്സ് എന്നൊരു കടയാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേക്കറി കിട്ടുന്നൊരു സ്ഥലമാണ്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ബണ്ണിൻ്റെ ക്രീമി ബൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടാവും. അത് ഇവിടുത്തെയാണ്. ഇവിടുന്ന് ഞങ്ങൾ വൈകുന്നേരത്തേക്ക് നല്ല ഇലയട 3 പിന്നെ ആ ഒരു ബണ്ണിൻ്റെ പാക്കറ്റ് മേടിച്ചു. നല്ലതാട്ടോ. ഇവിടുത്തെ ബണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബണ്ണ് കഴിച്ചാൽ നമ്മൾ വയറ് അറിയാനുള്ളതുണ്ടാവും. അത് ക്രീമി ബണ്ണല്ല, നോർമൽ ബണ്ണാണ്. പക്ഷേ അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഉണക്കമുന്തിരി അവർ സ്റ്റഫ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോയി. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. മറ്റൊരു വിശേഷമായിട്ട് ഒന്നെങ്കിൽ മെയിൻ വീഡിയോ, വലിയ വീഡിയോ, അല്ലെങ്കിൽ ചെറിയ വീഡിയോയിൽ കാണാം. ബൈ.